CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കാണിപ്പയ്യൂരിൽ വീട്ടമ്മയുടെ മാല കവർന്ന കേസിലെ പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് ആനായ്ക്കൽ പൊറക്കളങ്ങാട് സ്വദേശി വിനീഷ്, കാണിയമ്പാൽ സ്വദേശിയും പാറന്നൂരിൽ താമസക്കാരനുമായ മേൽവീട്ടിൽ ഡിജീഷ് എന്നിവർ. അന്വേഷണത്തിൽ നിർണായകമായത് CCTV ദൃശ്യങ്ങൾ. വടക്കേക്കാട് മണികണ്ഠേശ്വരം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ കവർച്ച. ക്ഷേത്രത്തിന്റെ വരിയുടെ ഒരു ഭാഗം ചെരിഞ്ഞത്. എരുമപ്പെട്ടി തയ്യൂർ റോഡിൽ ഖാദിക്ക് സമീപം സ്കൂട്ടറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്കേറ്റു. വേലൂർ കുറുവന്നൂർ പെരുമ്പള്ളി വീട്ടിൽ ചന്ദ്രികയ്ക്കാണ് പരിക്കേറ്റത്. CPMന്റെ സമുന്നത നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന്റെ മരണത്തെ തുടർന്ന് CPM ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുസ്മരണ യോഗം നടത്തി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സമഗ്ര ശിക്ഷ കേരളയുടെയും നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിലെ അധ്യാപകർക്കായി ദ്വിദിന ജില്ലാതല പരിശീലനം ആരംഭിച്ചു. ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 9 നടക്കുന്ന പ്രാദേശിക തൊഴിൽമേള പ്രതീക്ഷയുടെ ലോഗോ പ്രകാശനം ചെയർപേഴ്സൺ M കൃഷ്ണദാസ് നിർവഹിച്ചു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ 15 നോമ്പും ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളും ഓഗസ്റ്റ് 1 മുതൽ 15 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ദേശീയ പതാക ദിനം ആചരിച്ചു. കാർഗിൽ വിജയ് ദിവസത്തിന് മുന്നോടിയായി തലക്കോട്ടുകര അസീസി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും മുൻ സൈനികനും സ്കൗട്ട് മാസ്റ്ററുമായ ജോസ് C പോന്നോറിനെ കൂനമുച്ചി സൽസംഘ് ആദരിച്ചു. ചാവക്കാട് പഞ്ചവടി വാക്കടപ്പുറത്ത് പിതൃമോക്ഷം തേടി 10,000 വിപുലമായ സൗകര്യങ്ങളാണ് ബലിയിടാനെത്തിയവർക്കായി ക്ഷേത്ര കമ്മിറ്റി ഒരുക്കിയിരുന്നത്. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1994-95 ബാച്ചായ ഓർമ്മത്തണൽ കൂട്ടായ്മ സ്കൂൾ ലൈബ്രറിയിലേക്ക് ടെലിവിഷൻ നൽകി. തിരുവത്ര പുത്തൻകടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ PTA വാർഷിക യോഗം നടന്നു. ജൂൺ മാസത്തെ സ്കൂൾ തല പ്രവർത്തനങ്ങളിൽ മികച്ച വിജയം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.